ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് സ്റ്റാർട്ടിങ് എ ന്യൂ വെയിറ്റ് ലോസ് ചാലഞ്ച്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വെയിറ്റ് ലോസ് ചാലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം 5 വർഷത്തിലേറെ. അതിനിടയിൽ നമ്മൾ ഒരുപാട് ചാലഞ്ചസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടോട്ടൽ ബിഗിനേഴ്സിനെയാണ്. അതായത് വെയിറ്റ് ലോസ് ജേർണി ഇതുവരെ ചെയ്ത് നോക്കാത്തവര്, വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഏത് ഡയറ്റ് ഫോളോ ചെയ്യണം, എന്ത് വർക്ക്ഔട്ട് ഫോളോ ചെയ്യണം, എന്ത് റുട്ടീൻ ചെയ്യണം, അങ്ങനെയൊന്നും അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാൻ ഈ പറയുന്ന ഞാനാണെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഈ ഒരു കൺഫ്യൂഷനോടെ ഇരുന്നിട്ടുണ്ട്. ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം, വർക്ക്ഔട്ട് ആദ്യം ചെയ്യണോ, ഡയറ്റ് ആദ്യം ചെയ്യണോ, എന്ത് റുട്ടീനാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്തൊന്നും എന്താ പറയാ, അത്രയും റിസോഴ്സസ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. എന്നാലും നമ്മൾ ഇടയ്ക്കും തലയ്ക്കൊക്കെ കാണുന്ന യൂട്യൂബ് വീഡിയോസും ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചു നോക്കിയിട്ടാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഹൗ ടു സ്റ്റാർട്ട് യുവർ വെയിറ്റ് ലോസ് ജേർണി എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് മില്യൺസ് ഓഫ് വീഡിയോസ് ആണ് ഇപ്പോൾ വരുന്നത്. പക്ഷെ ഇത്രയും മില്യൺസ് ഓഫ് റിസോഴ്സസ് നമ്മുടെ കയ്യിലുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ മാറ്റി തരാനുള്ളതാണ് ഈ ഒരു 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച്. അപ്പൊ ഈ ഒരു 21 ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി എങ്ങനെയാണ് വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് അതിന്റെ ആ ഒരു അപ്രോച്ച് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു 21 ഡേയ്സ് ആയിരിക്കും. വളരെ ഈസി പീസി ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ച് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള പ്രഷറും ഇല്ലാതെ നമ്മൾ ഡയറ്റ് ചെയ്യുകയാണെന്ന് പോലും തോന്നാതെ, അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണെന്ന് പോലും തോന്നാത്ത രീതിയിലുള്ള ഒരു 21 ഡേയ്സ് ആയിരിക്കും നമ്മൾ ഈ വരുന്ന ജൂലൈ മാസത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ജൂലൈ 7th നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും റെഡി ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കടക്കാം. എല്ലാവരും വീഡിയോ കറക്റ്റ് ആയിട്ട് മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കുക. എല്ലാവരും ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ചിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ഈ ഒരു 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പേ, അതായത് നമുക്ക് ആർക്കൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെയുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ കുഞ്ഞുവിനെ ഡെലിവറി ചെയ്ത് ഏകദേശം 85 kgs ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് എന്റെ വെയിറ്റ് ലോസ് ജേർണി. എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമല്ല. എനിക്ക് മൈഗ്രെയിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ മൈഗ്രെയിൻ കുറയ്ക്കാനായിട്ട് നമ്മളൊരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ എന്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തപ്പം എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് ഒരുപാട് ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എന്നെ അങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വിഷമം ആവും, പക്ഷെ എന്നാലും അത് അങ്ങനെ ഞാൻ എന്താ പറയാ വിട്ടുകളയുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും എന്താ പറയുക, നമ്മുടെ ലൈഫിന്റെ ക്വാളിറ്റി ഒരുപാട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് വരാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഓവർ വെയിറ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് എപ്പം നോക്കിയാലും എനിക്ക് ഹെഡ് ഏക്ക് ആയിരുന്നു. എവിടെ പോയി കഴിഞ്ഞാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഹെഡ് ഏക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ഫ്രീക്വൻസി ഒരുപാട് കുറഞ്ഞു. അപ്പൊ ആ ഒരു മൈഗ്രെയിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അറിയില്ല എന്ത് ഡയറ്റ് ഫോളോ ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, വർക്ക്ഔട്ട് ആണോ ആദ്യം ചെയ്യേണ്ടത്, ഡയറ്റ് ആണോ ആദ്യം ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വയറൊക്കെ ചാടുന്ന പോലെ തോന്നുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതായിരുന്നു. ഡയറ്റിൽ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ വയറിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ടുകൾ ചെയ്തു നോക്കും. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ എന്റെ ഈ ഡെലിവറിക്ക് ശേഷമുള്ള വെയിറ്റ് കുറയ്ക്കാനായിട്ടും ഞാൻ ആദ്യം വിചാരിച്ചത് വർക്ക്ഔട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നായിരുന്നു. അപ്പോൾ വർക്ക്ഔട്ട് എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല എന്ത് ടൈപ്പ് ഓഫ് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു വർക്ക്ഔട്ട് എന്നുള്ള രീതിയിൽ ചെയ്തത് എന്റെ വീടിന്റെ സ്റ്റെപ്സ് കയറി ഇറങ്ങുന്നതായിരുന്നു. അപ്പോൾ ഒരു 1-2 ദിവസം ഞാൻ സ്റ്റെപ്സ് ഒക്കെ കയറി ഇറങ്ങി ഓക്കെ ആയതിനു ശേഷം പിന്നെ ഞാൻ കുറച്ച് ദൂരം, അതായത് എന്റെ വീട്ടിൽ നിന്ന് കുറച്ചൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ നടക്കാൻ തുടങ്ങി. അപ്പൊ ഈ നടത്തം ഒക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം പിന്നീട് ഞാൻ സുംബ, അതായത് എനിക്ക് ഡാൻസ് ചെയ്യാനായിട്ട് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ ഞാൻ സുംബ വർക്ക്ഔട്ടിലോട്ട് കടന്നു. ആ സമയത്ത് ഞാൻ ആര്യ ബാലകൃഷ്ണന്റെ സുംബ വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതും ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ എനിക്ക് കാര്യമായിട്ടുള്ള റിസൾട്ട് ഒന്നും കിട്ടാതായപ്പോൾ എനിക്ക് മനസ്സിലായി ഡയറ്റ് എന്തായാലും ശ്രദ്ധിക്കണം. അപ്പൊ ഡയറ്റ് ഇല്ലാതെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് ആ ഒരു തിരിച്ചറിവ് ഉണ്ടായത് എനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. കാരണം നല്ലപോലെ ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് വെയിറ്റ് ലോസും കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ശരീരത്തിനൊക്കെ ഒരു അയവും കാര്യങ്ങളൊക്കെ വന്നു, പക്ഷെ എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഡയറ്റിലോട്ട് ചെയ്തത്. അപ്പൊ ഡയറ്റ് നമ്മൾ ആദ്യം തന്നെ നോക്കുമ്പോൾ എന്താ, നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നത് എന്താണ്, 10 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കുക, 1 മാസം കൊണ്ട് 30 കിലോ കുറയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങളാണ് ഞാൻ കണ്ടത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ സെലക്ട് ചെയ്ത ഡയറ്റ് എന്ന് പറയുന്നത് എഗ് ഡയറ്റ് ആയിരുന്നു. അപ്പോൾ എഗ്, അതായത് നിങ്ങൾക്ക് അറിയാം എഗ് ഡയറ്റ്, ബനാന ഡയറ്റ്, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡയറ്റ് ഒക്കെ ആയിരുന്നു എന്റെ കണ്ണിന്റെ മുന്നിൽ വന്നത്. അപ്പൊ ഞാൻ 1 മാസം കൊണ്ട് 10 കിലോ കുറച്ചു ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ എനിക്ക് കിട്ടിയൊരു സംഭവമാണ് നല്ലപോലെ ഹെയർ ലോസ് ആവാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്റെ
സ്കിന്നിന്റെ ടോണ് മാറിപ്പോയി. അതായത് നല്ലപോലെ കരിവാളിച്ചു. എന്റെ കഴുത്തിന്റെ ഈ സൈഡും ഇവിടെയൊക്കെ നല്ലപോലെ കരിവാളിച്ചു, പുറകിലൊക്കെ നല്ലപോലെ കരിവാളിച്ചു, മുഖമൊക്കെ നല്ലപോലെ ഡള്ളായിപ്പോയി, ചുണ്ട് കറക്കാൻ തുടങ്ങി. ആ ചുണ്ടിന്റെ കറുപ്പ് എനിക്ക് ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല. അപ്പൊ ഈ സ്കിന്നിന്റെ ടോണ് മാറി, അതുപോലെ തന്നെ നല്ലപോലെ മുടി കൊഴിച്ചിൽ വരാൻ തുടങ്ങി, ആക്നീസ് വരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്യുന്ന ഡയറ്റിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പൊ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, മൈഗ്രെയിൻ ആ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ഓക്കെ അല്ലാത്തത് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഡോക്ടർ എനിക്കൊരു ഡയറ്റ് സെറ്റ് ചെയ്ത് തന്നു. അപ്പൊ ആ ഡയറ്റ് പ്രകാരം ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ യൂഷ്വലി വീട്ടിൽ കഴിക്കുന്ന ആഹാരങ്ങൾ തന്നെ പോർഷൻ കൺട്രോൾ ചെയ്തിട്ടും ബാലൻസ് ചെയ്തിട്ടും കഴിക്കുന്ന ഒരു മെത്തേഡായിരുന്നു. അപ്പൊ ആ രീതിയിലോട്ട് വന്നപ്പോൾ എനിക്ക് വെയിറ്റ് ലോസ് സ്ലോ ആയിരുന്നു, പക്ഷെ എന്നാലും എനിക്ക് റിസൾട്ട് കിട്ടാൻ തുടങ്ങി. എന്റെ മുടി കൊഴിച്ചിലും സ്കിന്നിന്റെ ടോണും ഒക്കെ ഇമ്പ്രൂവ് ആവാനായിട്ട് തുടങ്ങി. അപ്പൊ അതിനുശേഷമാണ് പിന്നീട് ഞാൻ ഡയറ്റിനെ പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ച് അറിയാനായിട്ട് തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം എന്റെ കണ്ണിന് മുന്നിലോട്ട് വന്നത്. പക്ഷെ ഇത്തവണ ഞാൻ റിസ്ക് എടുക്കാൻ റെഡി ആയിരുന്നില്ല. കാരണം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഫീഡിംഗ് ആയിരുന്നു. അപ്പൊ ഫീഡിംഗ് ആയിരുന്ന സമയത്ത് നമുക്കറിയാലോ, നമുക്ക് 8-16 പാറ്റേൺ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. 10-14 പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതൊക്കെ പിന്നീടുള്ള എന്റെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ടാണ് ഞാൻ ചെയ്തത്. അത് ഒട്ടും എന്താ പറയാ, ഞാൻ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ക്രാഷ് ഡയറ്റുകളോ അല്ലെങ്കിൽ വിഗറസ് ആയിട്ടുള്ള വർക്ക്ഔട്ടുകളോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. അതിനുശേഷം എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്താ പറയുക, ഏകദേശം 1 വർഷത്തോളം ഞാൻ സമയം എടുത്തു എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും ഞാൻ എന്റെ ഐഡിയൽ വെയിറ്റിലോട്ട് റീച്ച് ചെയ്തു. അപ്പൊ ആ സമയം ആകുമ്പോഴേക്കും എനിക്ക് ഡയറ്റിനെ പറ്റി നല്ല രീതിയിലുള്ള ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ സർട്ടിഫിക്കേഷൻ എടുത്തു ന്യൂട്രീഷനിൽ, അതുപോലെ തന്നെ ഫങ്ഷണൽ ട്രെയിനിങ്ങിൽ സർട്ടിഫിക്കേഷൻ എടുത്തു. ഒരുപാട് വീഡിയോസ് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേരെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. നമ്മൾ ബിഫിറ്റ് ഓൺലൈൻ ഫിറ്റ്നസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് തന്നെ നമ്മൾ ഏകദേശം 5000+ ലേഡീസിന് അവരുടെ വെയിറ്റ് ലോസ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ഇപ്പം എന്താ പറയാ, ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ എനിക്കറിയാം, എനിക്കുണ്ട എക്സ്പീരിയൻസസ് ഒക്കെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അഡ്വൈസ് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ, അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസും ഇല്ലാതെ വെയിറ്റ് ലോസ് ചെയ്യാൻ എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ചിന്തിക്കാറ്. അപ്പം അങ്ങനെയുള്ള ഒരു അഡ്വൈസസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു 21 ഡേയ്സിലും ഒക്കെ കിട്ടാനായിട്ട് പോകുന്നത്. ഒരിക്കലും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്ട് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന എന്തിനാണ്, നമ്മുടെ ഇപ്പോൾ ഉള്ള കറന്റ് വെയിറ്റ് കുറച്ച് നമ്മൾ ഐഡിയൽ വെയിറ്റിലോട്ട് എത്തുക, കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുക, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ രോഗിയായിട്ട് മാറുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാണ്ടായി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബിഗിനേഴ്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇതൊരിക്കലും ഒരു കുറുക്ക് വഴിയിലൂടെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. ഇതിന് സമയമെടുക്കും, ഹാർഡ് വർക്ക് ആവശ്യമാണ്, നമ്മുടെ വിൽ പവർ ആവശ്യമാണ്, ഒരു ഡിസിഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടാവും. ഈവൻ നമ്മുടെ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഉണ്ടാവും നമ്മളെ എന്താ പറയുക, നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട്. പക്ഷെ അതിലൊന്നും വീണു പോവാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ വിചാരിക്കുക. ഒരുപാട് പേര് ഇപ്പം നമ്മുടെ ചാനൽ കണ്ടിട്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്ത് ഐഡിയൽ വെയിറ്റിലെത്തി എത്രയോ പേരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്ത ആളുകളുണ്ട്. അപ്പൊ എല്ലാവരും എന്താ പറയുക, സാധാരണക്കാരാണ്, വർക്ക് ചെയ്യുന്നവരാണ്, ഹൗസ് വൈഫ്സ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്, സിംഗിൾ മദേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗിളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ പുറകിലുള്ള ഒരേ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ സ്ട്രഗിൾസിലൂടെ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു മെസ്സേജ് അതായിരിക്കണം, അല്ലെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം അതായിരിക്കണം. അപ്പോൾ നമുക്ക് ഒട്ടും ഫാസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല. നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ നമുക്കൊരു ഹെൽത്തി ഫാറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ രീതിയിലുള്ള മെത്തേഡ്സും ഡയറ്റ് പ്ലാൻസും വർക്ക്ഔട്ടും ഒക്കെ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു 21 ഡേയ്സിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം, അല്ലെങ്കിൽ 21 ദിവസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കണം, 8 കിലോ കുറയ്ക്കണം, 10 കിലോ കുറയ്ക്കണം എന്നൊക്കെയുള്ള ആളുകൾ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. നിങ്ങൾക്കുള്ളതല്ല ഈ ഒരു ചലഞ്ച്. പക്ഷെ അതേസമയം നിങ്ങൾക്ക് 21 ഡേയ്സ് കൊണ്ട് എത്രയാണ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നത്, ഒരു 3 to 5 kg അല്ലെങ്കിൽ ഒരു 3 kg, ആ ഒരു രീതിയിലുള്ള ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ട് വരുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാലഞ്ചിന്റെ ഉദ്ദേശവും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ടോട്ടൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ജേണി മുടങ്ങി പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. ഇൻ ബിറ്റ്വീൻ പല ഇഷ്യൂസ് കാരണം സ്റ്റോപ്പ് ചെയ്തവരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ഗൈഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഇനി ആരൊക്കെ നമ്മുടെ ചാലഞ്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഹൗസ് വൈഫ്സിന് ചെയ്യാം, അതുപോലെ തന്നെ ഫീഡിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ചെയ്യാം, വർക്കിംഗ് വിമൻസിന് ചെയ്യാവുന്നതാണ്,
പിന്നെ അതുപോലെ ഇതിലൊന്നും പെടുന്നില്ല പിന്നെ ടോട്ടൽ ബിഗിനേഴ്സ് ആണ്, വെയിറ്റ് ലോസിനെ പറ്റി ഒന്നും തന്നെ അറിയില്ല, ഡയറ്റ് എങ്ങനെ തുടങ്ങണം, വർക്ക്ഔട്ട് എങ്ങനെ തുടങ്ങണം എന്ന് അറിയില്ല, അങ്ങനെ ടോട്ടൽ സീറോ നോളജ് ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ചാലഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കൊരു എന്താ ഒരു സ്റ്റെപ്പ് എടുക്കണം. എന്റെ ഫിറ്റ്നസ് ജേണിക്ക് ചിലപ്പോൾ നിങ്ങളൊക്കെ ഐഡിയൽ വെയിറ്റിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും എനിക്കൊരു കുറച്ചൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം, എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം, ഡയറ്റ് പ്രോപ്പർ ആയിട്ട് നോക്കുന്ന ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മുടെ ഫിറ്റ്നസ് ജേണിക്ക് വേണ്ടി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നവർക്കും ഈ ഒരു ചാലഞ്ച് ആപ്റ്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ ജൂലൈ 7 ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഓരോ വീക്കിലും നിങ്ങൾക്ക് ഓരോ ഡയറ്റ് പ്ലാൻ തരും. ആ ഡയറ്റ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ ഒട്ടും പ്രഷറൈസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കും. നിങ്ങൾ ഡയറ്റ് ചെയ്യുകയാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വർക്ക്ഔട്ടിന്റെ കാര്യമാണ്. വർക്ക്ഔട്ട് നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയാ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല, നമ്മൾ നടക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത്. ഏത് മനുഷ്യനും ഏത് പ്രായത്തിലും സാധിക്കുന്ന ഒരു കാര്യമാണ് നടക്കുക എന്ന് പറയുന്ന കാര്യം. ഇപ്പം കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെയിലി നിങ്ങൾ ഇത്ര നേരം നടക്കുക, അല്ലെങ്കിൽ ഇത്ര സ്റ്റെപ്സ് നിങ്ങൾ കവർ ചെയ്യാൻ നോക്കൂ. നിങ്ങളുടെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാനും ഒക്കെ നടത്തം നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾ എപ്പോഴും ഏത് പ്രായത്തിലും കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിറ്റ്നസ് ജേണി ആദ്യമായിട്ട് ടോട്ടൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് വലിയ വർക്കൗട്ടിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പലതരത്തിലുള്ള വർക്കൗട്ടുകൾ ഉണ്ട്. കാർഡിയോ വർക്കൗട്ടുകൾ ഉണ്ട്, സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ഉണ്ട്, സുംബ ഡാൻസ് കൈൻഡ് ഓഫ് വർക്കൗട്ടുകൾ ഉണ്ട്, എയറോബിക്സ് കൈൻഡ് ഓഫ് വർക്കൗട്ടുകൾ ഉണ്ട്, വെയിറ്റ് ട്രെയിനിങ് വർക്കൗട്ടുകൾ ഉണ്ട്. അങ്ങനെ പല വർക്കൗട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് എപ്പോഴും എന്താ പറയാ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്യണം. തുടക്കത്തിൽ തന്നെ നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിറ്റ്നസ് ജേണി ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ആദ്യം തന്നെ വാക്കിംഗ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഡെയിലി കവർ ചെയ്യാനായിട്ട് ഇത്ര സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരും. അത്രയും സ്റ്റെപ്സ് നിങ്ങൾ കവർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ വീക്കിലും ഞാൻ തരുന്ന ഡയറ്റ് പ്ലാൻ അതേപടി ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഡെയിലി ഞാൻ നിങ്ങൾക്ക് തരുന്ന സ്റ്റെപ്പ് ടാർഗറ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി മൂന്നാമതായിട്ട് ചെയ്യണം, ഈ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഒരു കാര്യം 21 ഡേയ്സ് ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഒരു 21 ഡേയ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ്, പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാണ്. 21 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ടൈമാണ്, ഒരു ഡ്യൂറേഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിനിലോട്ട് രജിസ്റ്റർ ആവില്ല. അതേസമയം നമ്മൾ 2 ആഴ്ച ചെയ്യുകയാണെങ്കിലും ബ്രെയിനിന് അത് രജിസ്റ്റർ ചെയ്ത് എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ അത് നമ്മൾ 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് 21 ദിവസവും നമ്മളത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 22nd ഡേ ബ്രെയിൻ തന്നെ നമ്മളോട് ആവശ്യപ്പെടും ഈ ഒരു കാര്യം വീണ്ടും ചെയ്യാനായിട്ട്. അപ്പൊ അതാണ് നമ്മളിപ്പോൾ 21 ഡേയ്സ് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാണ്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാണ്, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചാൽ 22ാമത്തെ ദിവസം നിങ്ങൾ പോലും ചോദിക്കാതെ ബ്രെയിൻ തന്നെ നമ്മളോട് ചോദിക്കും എന്താണ് ഇത് ചെയ്യാത്തെന്നുള്ളൊരു കാര്യം. അപ്പൊ നമ്മുടെ ബ്രെയിനിനെ ഹെൽത്തി ഹാബിറ്റ് ബിൽഡ് ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ട ടൈമാണ് 21 ദിവസം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 21 ദിവസത്തെ ചാലഞ്ച് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിയുന്നത് നമുക്ക് ഈ ഒരു 21 ഡേയ്സും റെസ്റ്റ് ഡേ പോലെയുള്ള കാര്യങ്ങളില്ല. കാരണം നമ്മൾ വാക്ക് ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു റെസ്റ്റ് ഡേന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പൊ എല്ലാ ദിവസവും വാക്ക് ചെയ്യുക, എല്ലാ ദിവസവും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, പോർഷൻ കൺട്രോൾ ഫോളോ ചെയ്യുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾ 21 ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിയിൽ പകുതിയിലേറെയും വിജയിച്ചു കഴിഞ്ഞു. അപ്പൊ വീക്ക് 1 നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ടാർഗറ്റ് ഉണ്ടാവും. ഇനി സെക്കൻഡ് വീക്കിലോട്ട് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് വീക്കിൽ ചെയ്ത പോലെ ആവില്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് നമ്മൾ പോകും. പക്ഷെ എന്ന് വെച്ച് നിങ്ങളെ പ്രഷർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഡയറ്റും ആയിരിക്കില്ല, വളരെ നോർമൽ ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളൊരു 10 മിനിറ്റ്സ് വർക്ക്ഔട്ടും കൂടെ ആ ഒരു സെക്കൻഡ് വീക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതേസമയം ഈ സ്റ്റെപ്പ് ടാർഗറ്റ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും ഫിനിഷ് ചെയ്യണം. വീക്ക് 3 പോകുമ്പോൾ നമ്മൾ ഒരു പെർഫെക്റ്റ് ഡയറ്റിലോട്ട് നമ്മൾ എത്തും. അതുപോലെ തന്നെ 10 to 20 മിനിറ്റ്സ് വർക്ക്ഔട്ട് നമ്മളുടെ ആ ഒരു റൂട്ടീനിലോട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ സ്റ്റെപ്പ് ടാർഗറ്റും വളരെ ഈസി ആയിട്ട് ഈ ഒരു 21 ഡേയ്സ് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ചാലഞ്ച് ചെയ്യുകയാണെന്നുള്ള ഒരു തോന്നൽ പോലും നിങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ ഈ ഒരു 21 ഡേയ്സ് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ച് കൊണ്ട് എന്റെ ഉദ്ദേശം സിമ്പിൾ ആണ്. നമ്മൾ വലിയ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഫിറ്റ്നസ് ജേണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നോ ക്രാഷ് ഡയറ്റ്, നോ പ്രഷർ. ഈ 21 ഡേയ്സ് ബെറ്റർ ആയിട്ട് ഈറ്റ് ചെയ്യുക, ബെറ്റർ ആയിട്ട് മൂവ് ചെയ്യുക. ഇത്ര മാത്രമേ നമ്മൾ ഈ ഒരു ചാലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ 21 ഡേയ്സ് കൊണ്ട് മാക്സിമം വെയിറ്റ് ലോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന രീതിയിലായിരിക്കും ഞാൻ ഈ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോരുത്തരുടെയും മെഡിക്കൽ കണ്ടീഷൻസും ഓരോരുത്തരുടെയും മെറ്റബോളിക് ലെവലും ഏജ്, ഹൈറ്റ്, വെയിറ്റ് അങ്ങനെ പല കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിലെ ഡിഫറൻസ് വരാം. പക്ഷെ എന്നിരുന്നാലും 3 to 7 kgs വരെ വെയിറ്റ് ലോസ് നമുക്ക് ഈ ഒരു 21 ഡേയ്സ് കൊണ്ട് എക്സ്പെക്ട് ചെയ്യാം. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് ടൈം. നമുക്ക് ഇനി എന്താ പറയുക, ഈ കൊല്ലം ഫിനിഷ് ചെയ്യാനായിട്ട് 6 മാസമേ നമ്മുടെ മുന്നിലുള്ളൂ. ജൂലൈ സ്റ്റാർട്ട് ചെയ്തു, ഇനി നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 മാസമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം ഒരിക്കലും വരാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ കല്യാണങ്ങളും സെലിബ്രേഷൻസും നിങ്ങളുടെ എൻഗേജ്മെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് സ്റ്റാർട്ട് ചെയ്യലുണ്ടാവില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഈ ഒരു 21 ഡേയ്സ് ചാലഞ്ചിലൂടെ തന്നെ നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട് മാറാൻ നോക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഐക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് എനാബിൾ ചെയ്തിട്ടേക്കുക. അപ്പൊ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. സോ ഈ ചാലഞ്ചിന് റെഡി ആയിട്ടുള്ളവരൊക്കെ ഐ എം റെഡി എന്ന് താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പം എനിക്ക് മനസ്സിലാവും എത്ര പേര് ഈ ഒരു ചാലഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ള കാര്യം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചാലഞ്ചിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക. നമ്മുടെ ഫ്രൈഡേ സീരീസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സിനുള്ള മറുപടി ആയിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ ഫ്രൈഡേ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള മറുപടി അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.